സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആയത് ചിലർക്ക് പിടിക്കുന്നില്ല. ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മതം നോക്കി അദ്ദേഹം ഇന്ന മതത്തിലുള്ള ആളാണെങ്കിൽ ഞങ്ങൾക്ക് പിടിക്കില്ല എന്ന് പറയുന്ന ഒരു സങ്കുചിത നിലപാടാണ് ചിലർക്കുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ഹിന്ദുക്കളുടെ കാര്യം എന്താ ആ രീതിയിലേക്കൊക്കെ സംസാരം വന്നു. സണ്ണി ജോസഫ് കത്തോലിക്ക സഭയുടെ അതാണ്, അല്ലെ ക്രിസ്ത്യാനികള്, എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അതിലൊരു കാര്യം പറയണ്ടേ, വെള്ളാപ്പള്ളിക്ക് ഇനി മറുപടി കൊടുക്കാൻ പാടില്ല. കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് സണ്ണി ജോസഫ് ഇന്ന് ചുമതലയേൽക്കുമ്പോൾ ഇന്നലെ അദ്ദേഹം മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ, ആർ ശങ്കരൻ്റെ സ്മൃതി മണ്ഡലത്തിൽ, അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഖബർസ്ഥാനത്തിൽ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അനുഗ്രഹം തേടിക്കൊണ്ടാണ് അദ്ദേഹം പോയത്. അതോടൊപ്പം തന്നെ പെരുന്നയിൽ പോയിട്ടുണ്ട്, RSS മറ്റേ NSSൻ്റെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് കത്തോലിക്ക സഭയിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം 2-3 മീറ്റിംഗ്സ് കൂടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് അർത്ഥം വെക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു സൂചനയാണ് വെള്ളാപ്പള്ളിക്ക് കിട്ടിയിട്ടുള്ളത്. വെള്ളാപ്പള്ളി നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് ഞങ്ങൾ അർഹിച്ച പുച്ഛത്തോടു കൂടിയിട്ട് തള്ളപ്പെടുകയാണ് എന്നുള്ള രീതിയിലേക്ക് അയാൾ വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ, ചിലപ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റിയതായിരിക്കാം, പക്ഷെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഒരു കാര്യം, വെള്ളാപ്പള്ളിക്ക് മറുപടി ഉണ്ടോ, വെള്ളാപ്പള്ളിക്ക് നിങ്ങൾ വാർത്താ സമ്മേളനത്തിൽ മറുപടി കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞു ഇല്ല. അതിനെ PC വിഷ്ണുനാഥ് അവിടെ മയപ്പെടുത്താൻ നോക്കി. പക്ഷേ എനിക്ക് തോന്നുന്നു അത് സണ്ണി ജോസഫിന്റെ നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും കോൺഗ്രസിനെതിരെ മാത്രം പറയുന്ന ഒരു വൃത്തികെട്ട നാവായിക്കൊണ്ട് അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഈ വെള്ളാപ്പള്ളി നടേശനതെ CPM-ന്റെ വലിയ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, CPM-നെ പുകഴ്ത്തുക എന്നുള്ളത് മാത്രമല്ല, BJP-യും CPM-നെയും ഒരേ തട്ടിലാക്കിക്കൊണ്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ CPM അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകണം വെള്ളാപ്പള്ളിയെ. കാരണം വെള്ളാപ്പള്ളി ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു എന്ത് മുസ്ലിമുകളെയും മുസ്ലിം ലീഗിനെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞു. ആദ്യം മുസ്ലിമുകളെ കുറിച്ചിട്ട് പറഞ്ഞു നിലമ്പൂർ വന്നിട്ട്, അതൊരു സമുദായത്തെ തന്നെ പറഞ്ഞു. എന്നിട്ട് അതിനെ തള്ളിപ്പറയാതെ, അതിനെ ഒരു രീതിയിലും തള്ളിപ്പറയാതെ അദ്ദേഹത്തിന്റെ നവതി ആഘോഷത്തില് പോയിട്ട് പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് ആര് ചെയ്തത്? പിണറായി വിജയൻ ചെയ്തത്. പിണറായി വിജയൻ ആ മാൻഹോളിൽ വീണ നൗഷാദിനെ കുറിച്ചിട്ട് പറഞ്ഞത് എന്താണ്? വെള്ളാപ്പള്ളി പറഞ്ഞപ്പോ പിണറായി നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ല, അന്ന് മറുപടി കൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ, പിണറായി വെറും ചെയ്തിരിക്കുന്ന സംഭവം തന്നെ ഒരു റീൽ സ്റ്റണ്ട് നടത്തുന്ന പരിപാടിയാണ്. ആ കളിയൊന്നും ഇവിടെ നടക്കൂല. അറിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വെള്ളാപ്പള്ളി നടേശന്റെ മോന് തുഷാറിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി BDJS BJP-യുടെ കൂടെ നിൽക്കുന്നു. വെള്ളാപ്പള്ളി ആണെങ്കിൽ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നു. പിന്നെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായാലും ഇവർക്ക് എന്താ? അതെ, ഞാൻ അതാണ് ചോദിക്കുന്നത്. ഇവർക്ക് അതിന്റെ ആവശ്യകത എന്താ? ഇവർക്ക് ലൈവായിട്ട് നിൽക്കണം. ഈ സണ്ണി ജോസഫ് അങ്ങേറ്റം മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളാണ്, ഒരു നേതാവാണ്. ഒരു ക്രിസ്ത്യാനി നേതാവ് നമുക്കെന്താ? അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ കൊണ്ടല്ലേ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ടീം എന്ന് പറയുന്നത് ശക്തമാണ്. എക്സ്പീരിയൻസ്, യുവത്വം എല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ടുള്ള ഒരു ടീമാണ് വന്നിട്ടുള്ളത്. അതെന്താ സംഭവം? സണ്ണി ജോസഫിനൊക്കെ KPCC പ്രസിഡന്റ് ആക്കിയപ്പോ കോൺഗ്രസ് എന്നാൽ എല്ലാ രീതിയിലുള്ള സാമൂഹിക ഘടനകളും അംഗീകരിക്കുന്ന അത് അംഗീകരിച്ചു സണ്ണി ജോസഫ്. ഞാൻ പറയട്ടെ, അടൂർ പ്രകാശിലൂടെ ഇഴവ സമുദായത്തെയും വിഷ്ണുവിലൂടെ മറ്റു ഉന്നത സമുദായത്തെയും ഷാഫി പറമ്പിലിലൂടെ മുസ്ലിം സമുദായത്തെയും ഇവരൊക്കെ ഞാൻ പറയണെന്നറിയോ നസീഫെ, ഇവര് ക്രിസ്ത്യാനി, നായര്, ഈഴവ, മുസ്ലിമിനെക്കാളും ഇത് കോൺഗ്രസ് ആണ്. ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് വളർന്നു വന്ന നേതാക്കന്മാരാണ്. അതൊന്നും മനസ്സിലാക്കാതെ ആകാശത്ത് നിന്ന് ഇറക്കിയൊന്നുമല്ലോ. അല്ല, വിഷ്ണുവിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെ ഒക്കെ പ്രസിഡന്റ് ആയിട്ട് വന്നു എന്നുള്ളത്. അതേപോലെ ഷാഫി പറമ്പിലും അതേപോലെ തന്നെ വളർന്നതാണ്. അനിൽകുമാറിന്റേത് എനിക്ക് വ്യക്തിപരമായിട്ട് അനിൽകുമാറും KSUയിലൂടെ വളർന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. ആ രീതിയിൽ വളർന്നു വന്ന മഹനീയ നേതാവാണ് അവരൊക്കെ. മുൻ മന്ത്രി കൂടെയാണ് AP അനിൽകുമാറൊക്കെ. ഇപ്പൊ ആ രീതിയിലുള്ള നേതാക്കന്മാരെ എന്താ പറയാ, അവരുടെ മതം നോക്കിയിട്ട് നിങ്ങൾ മതത്തിന്റെ ലേബലിലാണ് സ്ഥാനം കിട്ടിയെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തില്. അല്ല, മണ്ടന്മാരാണ്, അല്ല എന്താ പറയാ, അത്രേ ഉള്ളൂ ഈ കാര്യത്തിൽ. ഇതിൽ വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്,
ഇപ്രാവശ്യത്തെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവര് ഈ ചുമതല കൊടുത്തത് ഒരിക്കലും തെറ്റായി പോയിട്ടില്ല എന്ന് എല്ലാവരും ഒന്നടക്കം പറയുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും ഇവിടെ ഒരു കോംബോ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ കേരളം ഒട്ടാകെ കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കാനുള്ള ഒരു സാധ്യത കൂടിയും കാണുന്നുണ്ട്.